വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബി ഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ബി ഫാം 7th സെമസ്റ്റർ ഫാർമസി പ്രാക്ടീസ് എന്ന സബ്ജക്റ്റിൽ മെഡിക്കേഷൻ അഡ്ഹറൻസ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് മെഡിക്കേഷൻ അഡ്ഹറൻസ്? ഇറ്റ് മീൻസ് ഹൗ വെൽ എ പേഷ്യൻറ്റ് ഫോളോ ദ ഡോക്ടർ ഓർ ഫാർമസിസ്റ്റ് അഡ്വൈസ് ഓൺ വെൻ, ഹൗ മച്ച് ആൻഡ് ഹൗ ഓഫൻ ടു ടേക്ക് മെഡിസിൻ ഡ്യൂറിംഗ് ദ പ്രിസ്ക്രൈബ്ഡ് ടൈം. പേഷ്യൻ്റെ അടുത്ത് ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് അഡ്വൈസ് ചെയ്തിട്ടുണ്ടാവും എപ്പോഴാണ്, എത്രത്തോളം, എങ്ങനെയൊക്കെയാണ് മെഡിസിൻസ് കഴിക്കേണ്ടത് ആ ഒരു പ്രിസ്ക്രൈബ്ഡ് ടൈമിനുള്ളിൽ. ആ അഡ്വൈസ് എത്രത്തോളം, എങ്ങനെയാണ് പേഷ്യൻ്റ് ഫോളോ ചെയ്യുന്നത്, അതിനെയാണ് മെഡിക്കേഷൻ അഡ്ഹറൻസ് എന്ന് പറയുക. ഇത് കറക്റ്റ് തെറാപ്യൂട്ടിക് ഔട്ട്കം കിട്ടാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സ്പെഷ്യലി ക്രോണിക് ഡിസീസസ് ഉള്ള പേഷ്യൻസിൽ. ഇനി അതിന് കുറച്ച് റിലേറ്റഡ് ടേംസ് ഉണ്ട്. രണ്ട് റിലേറ്റഡ് ടേംസ് ആണ് നമ്മൾ പറയുന്നത്. കോംപ്ലിയൻസും ഉണ്ട്, പെർസിസ്റ്റൻസും ഉണ്ട്. കോംപ്ലിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ പേഷ്യൻ്റ് ആ ഒരു ഗിവൻ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുന്നത്. പെർസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ സ്റ്റോപ്പ് ചെയ്യുന്ന വരെയുള്ള ആ എത്ര ടൈമാണ്, ഹൗ ലോങ് ദ പേഷ്യൻറ്റ് കണ്ടിന്യൂ ദ ട്രീറ്റ്മെൻറ്റ്. അടുത്തത് മെഡിക്കേഷൻ നോൺ അഡ്ഹറൻസ് കോസ് ചെയ്യാനുള്ള റീസൺസ് ആണ്, അതിൻ്റെ കോസസ് ആണ്. അപ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോസസ് ഉണ്ട്. ഓരോ ഹെഡിങ്സിലും നമുക്ക് ഓരോരോ കോസസിലും എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആണ് സോഷ്യോ എക്കണോമിക് കോസസ്. സോഷ്യോ എക്കണോമിക് കോസസിൽ വരുന്നതാണ് പുവർ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, ഇല്ലിട്രസി, ലാക്ക് ഓഫ് ഫാമിലി ഓർ സോഷ്യൽ സപ്പോർട്ട്, ഹൈ കോസ്റ്റ് ഓഫ് മെഡിസിൻ, ബിസി വർക്ക് ഷെഡ്യൂൾ. അതായത് ഒന്നെങ്കിൽ പുവർ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് കാരണം, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ്റെ കുറവ് കാരണം, ഫാമിലി അല്ലെങ്കിൽ സോഷ്യൽ സപ്പോർട്ട് ഇല്ലാത്തത് കാരണം, മെഡിസിൻസിൻ്റെ ഹൈ കോസ്റ്റ് കാരണം, ബിസി വർക്ക് ഷെഡ്യൂൾ കാരണമൊക്കെ സോഷ്യോ എക്കണോമിക് കോസസ്, മെഡിക്കൽ നോൺ അഡറൻസ് കോസ് ചെയ്യാം. അടുത്തത് ഹെൽത്ത് കെയർ സിസ്റ്റം റിലേറ്റഡ് കോസസ് ആണ്. ഒന്ന് പുവർ ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻഷിപ്പ്. ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻഷിപ്പ് പുവർ ആണെങ്കിൽ, അതേപോലെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കാതിരുന്നാൽ, ലാക്ക് ഓഫ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, മെഡിസിൻ സപ്ലൈ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന പ്രോബ്ലംസ്, ഇതൊക്കെയാണ് ഹെൽത്ത് കെയർ സിസ്റ്റം റിലേറ്റഡ് കോസസ്. അടുത്തത് തെറാപ്പി റിലേറ്റഡ് കോസസ് ആണ്. ഒന്ന് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻ ഷെഡ്യൂള്, അതായത് ഒരുപാട് മെഡിസിൻസ് അല്ലെങ്കിൽ ഒരുപാട് ടൈമിങ്ങിലുള്ള മെഡിസിൻസ്, ഇതൊക്കെ തെറാപ്പി റിലേറ്റഡ് കോസസ് കോസ് ചെയ്യും. ലോങ് ഡ്യൂറേഷൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്, പിന്നെ ഈ തെറാപ്പിന്ന് പ്രത്യേകിച്ച് ഇമ്മീഡിയറ്റ് ബെനിഫിറ്റ്സ് ഒന്നും കാണാതിരിക്കുന്നതും, പിന്നെ ലൈഫ് സ്റ്റൈൽ, ഡെയിലി ലൈഫ് സ്റ്റൈലുമായിട്ടുള്ള ഇൻ്റർഫറൻസും, ഇതൊക്കെയാണ് തെറാപ്പി റിലേറ്റഡ് കോസസ്. അടുത്തത് കണ്ടീഷൻ റിലേറ്റഡ് കോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിയാരിറ്റി ഓഫ് സിംറ്റംസ് ആണ്. അതായത് മൈൽഡ് സിംറ്റംസ് ഒക്കെ ആണെങ്കിൽ പേഷ്യൻ്റ് അത് സീരിയസ് ആയിട്ട് എടുക്കില്ല. അടുത്തത് പേഷ്യൻ്റ് റിലേറ്റഡ് കോസസ് ആണ്. ഫിസിക്കൽ പ്രോബ്ലംസ് ഉണ്ട്, അതായത് പുവർ ഐസൈറ്റ്, ഹിയറിംഗ് ലോസ്, മെമ്മറി ലോസ്, ഡിഫിക്കൽട്ടി ഇൻ സ്വാലോയിങ്, പിന്നെ ലാക്ക് ഓഫ് മോട്ടിവേഷൻ, ഫിയർ ഓഫ് സൈഡ് എഫക്ട്സ് ഉണ്ടാവുമോ എന്നുള്ള പേടി, സ്ട്രെസ്, ആൻസൈറ്റി, ഇതൊക്കെയാണ് പേഷ്യൻ്റ് റിലേറ്റഡ് പ്രോബ്ലംസ്. അപ്പോൾ ഇത്രയാണ് കോസസ് ഓഫ് മെഡിക്കേഷൻ നോൺ അഡറൻസ്. സോഷ്യോ എക്കണോമിക് കോസസ് ഉണ്ട്, ഹെൽത്ത് കെയർ സിസ്റ്റം റിലേറ്റഡ് കോസസ്, തെറാപ്പി റിലേറ്റഡ് കോസസ്, കണ്ടീഷൻ റിലേറ്റഡ് കോസസ്, പേഷ്യൻ്റ് റിലേറ്റഡ് കോസസ്. അടുത്തത് ഫാർമസിസ്റ്റ് റോൾ ഇൻ മെഡിക്കേഷൻ അഡ്ഹറൻസ്. ഈ മെഡിക്കേഷൻ അഡ്ഹറൻസിൽ ഫാർമസിസ്റ്റിൻ്റെ റോൾ എന്താണ്? ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. പേഷ്യൻസിന് എന്ത് ചെയ്യാം, ഈ പേഷ്യൻസിനല്ല, ഫാർമസിസ്റ്റിന് ഈ ഒരു അഡ്ഹറൻസ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. സിൻസ് ദേ ക്യാൻ ഷോ ദ മെഡിക്കേഷൻ ടു ദ പേഷ്യൻറ്റ് ആൻഡ് ഗീവ് കറക്റ്റ് ഇൻഫോർമേഷൻ. അപ്പോൾ ഫാർമസിസ്റ്റ് പ്രോപ്പറായിട്ട് ആ മെഡിക്കേഷൻ പേഷ്യൻറ്റിന് കാണിച്ച് പ്രോപ്പർ ഇൻഫോർമേഷൻ കൊടുക്കുന്നത് കാരണം തന്നെ അഡ്ഹറൻസ് ഇംപ്രൂവ് ചെയ്യാൻ ഫാർമസിസ്റ്റിന് സാധിക്കുന്നുണ്ട്. പിന്നെ പേഷ്യൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഡ്രഗാണ് അവർ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ പേര്, അതിൻ്റെ പർപ്പസ്, എങ്ങനെ, എപ്പോൾ കഴിക്കണം, പോസിബിൾ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്, യൂസ് ചെയ്യേണ്ട ഫ്രീക്വൻസി എങ്ങനെയാണ്, ഫുഡോ അല്ലെങ്കിൽ അതർ ഡ്രഗ്സുമായിട്ട് എന്തെങ്കിലും ഇൻട്രാക്ഷൻസ് ഉണ്ടോ, ആ ഒരു തെറാപ്പീൻ്റെ ഡ്യൂറേഷൻ എത്രത്തോളം ഉണ്ട്, ഒരു ഡോസ് മിസ്സായി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളിൽ പേഷ്യൻറ്റിന് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത് ഫാർമസിസ്റ്റാണ്. അതിനുശേഷം പ്രിസ്ക്രൈബേഴ്സിനെ സപ്പോർട്ട് ചെയ്യേണ്ടതും ഫാർമസിസ്റ്റിൻ്റെ റോളാണ്. അതായത് ഡ്രഗ് റെജിമെൻറ്റിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിസ്ക്രൈബേഴ്സിനെ അഡ്വൈസ് ചെയ്യുക. പിന്നെ നോൺ അഡറൻസ് കോസ് ചെയ്യാനുള്ള ഫാക്ടേഴ്സ് ജസ്റ്റ് ഒന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അടുത്തത് പേഷ്യൻസിനെ ആസസ് ചെയ്യുക. അതായത് പേഷ്യൻറ്റിന് എത്രത്തോളം നോളേജ് ഉണ്ട് അവരുടെ ഡ്രഗ് തെറാപ്പീനെ കുറിച്ചിട്ടുള്ളത് എന്ന് ഫാർമസിസ്റ്റിന് ചെക്ക് ചെയ്യാം. അതേപോലെ അവർ എങ്ങനെയാണ് മെഡിക്കേഷൻ കഴിക്കുന്നത്, അവരുടെ മെഡിക്കേഷൻ ടേക്കിംഗ് ഹാബിറ്റ്സ് എങ്ങനെയാണ്, പിന്നെ ഇൻസ്ട്രക്ഷൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും റിമെമ്പർ ചെയ്യാനുള്ള അവരുടെ എബിലിറ്റി എങ്ങനെയാണ്, അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് ഈ ഒരു അഡ്ഹറൻസിനെ ഡിസ്കറേജ് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ ചെക്ക് ചെയ്യാൻ പേഷ്യൻസിൻ്റെ കേസസിൽ ആസസ് ചെയ്യാനുള്ള ഒരു റോള് ഫാർമസിസ്റ്റിനുണ്ട്. ഇതാണ് ഫാർമസിസ്റ്റ് റോൾ ഇൻ മെഡിക്കേഷൻ അഡ്ഹറൻസ്. ഇനി സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് ഫാർമസിസ്റ്റ് പേഷ്യൻ്റ് റിലേഷൻഷിപ്പ്.
ഫാർമസിസ്റ്റ് പേഷ്യൻ്റ് റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്? ഒന്ന് ഫ്രണ്ട്ലി ആവുക, അപ്രോച്ചബിൾ ആവുക, പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക, സ്പിരിച്വൽ ആൻഡ് സൈക്കോളജിക്കൽ നീഡ്സ് പേഷ്യൻസിൻ്റെ നീഡ് എന്താണെന്നുള്ളത് കൺസിഡർ ചെയ്യുക, പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ചെയ്യുക, ക്ലിയർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് പ്രൊവൈഡ് ചെയ്യുക, പേഷ്യൻറ്റിന് മനസ്സിലായോ എന്ന് ഉറപ്പുവരുത്തുക, പേഷ്യൻറ്റിനെ ഈ ട്രീറ്റ്മെൻറ്റ് ഡിസ്കഷൻസിൽ ഇൻവോൾവ് ചെയ്യുക, തെറാപ്പീനെ സിംപ്ലിഫൈ ചെയ്ത് മോണിറ്റർ ചെയ്യുക, തെറാപ്യൂട്ടിക് റെജിമെൻറ്റിനെ സിംപ്ലിഫൈ ചെയ്യുക, സൈഡ് എഫക്ട്സ് ഒക്കെ മോണിറ്റർ ചെയ്യുക, ബെനിഫിഷ്യൽ എഫക്ട്സ് മോണിറ്റർ ചെയ്യുക, പിന്നെ പേഷ്യൻറ്റിന് മനസ്സിലാവുന്ന ലാംഗ്വേജിൽ മാത്രം സംസാരിക്കുക. ഇതൊക്കെയാണ് പേഷ്യൻ്റ് ഫാർമസിസ്റ്റ് റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യാനുള്ള മെയിൻ സ്ട്രാറ്റജീസ്. അടുത്തത് മോണിറ്ററിങ് ഓഫ് മെഡിക്കേഷൻ അധറൻസ്. മെഡിക്കേഷൻ അധറൻസിൻ്റെ മോണിറ്ററിംഗ് ആണ്. മോണിറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഈ പേഷ്യൻ്റ് ഈ ഒരു പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള മെഡിക്കേഷൻ റെജിമെൻറ്റ് എത്രത്തോളം ഫോളോ ചെയ്യുന്നുണ്ട് എന്നത് ആസസ് ചെയ്യുക, മെഷർ ചെയ്യുക, ക്വാണ്ടിഫൈ ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. അതിനെയാണ് മോണിറ്ററിംഗ് എന്ന് പറയുക. മോണിറ്ററിംഗ് ഓഫ് മെഡിക്കേഷൻ അധറൻസ് എന്ന് പറയുന്നത്. ഇനി മെത്തേഡ് ഓഫ് മോണിറ്ററിംഗ് 2 മെത്തേഡാണുള്ളത്. ഡയറക്റ്റ് മോണിറ്ററിംഗ് മെത്തേഡും ഉണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡും ഉണ്ട്. ഡയറക്റ്റ് മെത്തേഡിൽ വരുന്നതാണ് ഡ്രഗ് മോണിറ്ററിംഗ്. അതായത് ബ്ലഡിലോ യൂറിനിലോ ഉള്ള ഡ്രഗിൻ്റെ എമൗണ്ട് മെഷർ ചെയ്യുക. അതാണ് ഡ്രഗ് മോണിറ്ററിംഗ്. ഡിറ്റക്ഷൻ ഓഫ് മെറ്റബോളൈറ്റ്സ്, എന്തെങ്കിലും ബൈ പ്രൊഡക്ട്സ് ആ ഡ്രഗിൻ്റെ ബയോളജിക്കൽ ഫ്ലൂയിഡ്സിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഡയറക്ട്ലി ഒബ്സർവ് തെറാപ്പി, ഇത് ഡോട്ട് തെറാപ്പിയാണ്. വാച്ചിങ് ദ പേഷ്യൻറ്റ് ടേക്ക് ദ മെഡിസിൻ. ഹോം ഫിംഗർ പ്രിൻറ്റ് സാമ്പിളിംഗ്, അത് ഡ്രഗ് ലെവൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബയോളജിക്കൽ മാർക്കേഴ്സ്, സ്പെഷ്യൽ മാർക്കേഴ്സ് യൂസ് ചെയ്യുക ഡ്രഗ് ഇൻടേക്ക് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അഡ്വാൻറ്റേജ് ഈ ഡയറക്റ്റ് മെത്തേഡാണ് മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡും. അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ അത് എക്സ്പെൻസീവ് ആണ്, പെർഫോം ചെയ്യാനും ചില സമയത്ത് ഡിഫിക്കൽട്ടായിട്ട് തോന്നാറുണ്ട്. ഇതാണ് ഡയറക്റ്റ് മെത്തേഡ്. അടുത്തത് ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സെൽഫ് റിപ്പോർട്ട് ചെയ്യുക. അതായത് പേഷ്യൻ്റ് അവർ ഏത് മെഡിസിനാണ് കഴിച്ചതെന്ന് സെൽഫായിട്ട് തന്നെ പറയാം. പിൽ കൗണ്ട്, റിമൈനിങ് ടാബ്ലറ്റ്സ്, ആ ബോട്ടിലിൽ എത്രത്തോളം റിമൈനിങ് ടാബ്ലറ്റ്സ് ഉണ്ടെന്നുള്ളത് കൗണ്ട് ചെയ്യുക. പ്രിസ്ക്രിപ്ഷൻ റീഫിൽ റേറ്റ്, ഹൗ ഓഫൻ ദ പേഷ്യൻ്റ് റീഫിൽ മെഡിസിൻസ്, അത് ചെക്ക് ചെയ്യുക. ക്ലിനിക്കൽ റെസ്പോൺസസ് ആസസ് ചെയ്യുക. സൈക്കോളജിക്കൽ മാർക്കർ മെഷർമെൻറ്റ്, അതായത് ആറ്റിറ്റ്യൂഡ് ചേഞ്ചസോ ബിഹേവിയർ ചേഞ്ചസോ ചെക്ക് ചെയ്യുക. പേഷ്യൻ്റ് ഡയറീസ്, പേഷ്യൻ്റ് പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ റെക്കോർഡ് മെഡിസിൻ ഇൻടേക്ക് ഡെയിലി. ഇലക്ട്രോണിക് അധറൻസ് മോണിറ്ററിംഗ്, ഒരു ഡിവൈസാണ് എപ്പോഴാണ് മെഡിസിൻ എടുത്തിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളത്, അത് യൂസ് ചെയ്യുക. സ്റ്റാൻഡേർഡ് സ്കെയിൽസ് യൂസ് ചെയ്യുക, അതായത് മോറിസ്കി മെഡിക്കേഷൻ അധറൻസ് സ്കെയിലൊക്കെ യൂസ് ചെയ്യുക. പിന്നെ മെഡിക്കൽ ഔട്ട്കം സ്റ്റഡി അധറൻസ് സ്കെയിൽ, ബ്രീഫ് അധറൻസ് റേറ്റിംഗ് സ്കെയിലൊക്കെയാണ് സ്റ്റാൻഡേർഡ് സ്കെയിൽസ് യൂസ് ചെയ്യുന്നത്. അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് ഇൻഡയറക്റ്റ് മെത്തേഡ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് മെഡിക്കേഷൻ അധറൻസിൽ പഠിക്കാനുള്ളത്. നമ്മൾ മെഡിക്കേഷൻ അധറൻസ് എന്താണ്, അതിൽ 2 റിലേറ്റഡ് ടേംസും കോഴ്സസും നോക്കിയിട്ടുണ്ട്. ഫാർമസിസ്റ്റിൻ്റെ റോൾ എന്താണ് ഈ മെഡിക്കേഷൻ അധറൻസിൽ, സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് ഫാർമസിസ്റ്റ് പേഷ്യൻ്റ് റിലേഷൻഷിപ്പ്, മോണിറ്ററിംഗ് ഓഫ് മെഡിക്കേഷൻ അധറൻസ്, അതിൽ തന്നെ ഡയറക്റ്റ് മെത്തേഡും ഉണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡും ഉണ്ട്. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. മെഡിക്കേഷൻ അധറൻസ് ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.